ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിമ്പിൾ റെസിപ്പീസ്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു മസാല ദോശ തയ്യാറാക്കാം. മസാല ദോശയുടെ മസാലയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബീറ്റ്റൂട്ട് കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. കോഫി ഹൗസിലൊക്കെ കിട്ടുന്ന മസാല ദോശയുടെ മസാലയ്ക്ക് നല്ല ഒരു കളർ ഉണ്ടാവില്ലേ, അപ്പോൾ ഇങ്ങനെ ഇതിൽ കുറച്ച് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്താൽ നല്ലൊരു റെഡ് കളർ കിട്ടും കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചതും പച്ചമുളക് 3 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനിയാണ് അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയ്ക്ക് അനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും കൂടി ആ വെള്ളത്തോടു കൂടി തന്നെ ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള മാവാണിത്. ഇതിപ്പോൾ ഉണ്ടാക്കാൻ നേരത്തേക്കാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ദോശയുടെ ഫില്ലിങ്ങിൽ നമ്മൾ കഴിക്കുന്നതിന് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് മസാല ഉണ്ടാവില്ലേ, ചിലപ്പോൾ നമുക്ക് അത്രയൊന്നും മസാല നമ്മൾ കഴിക്കുന്നുണ്ടാവില്ല. പലപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ മസാല ദോശ കഴിച്ചാൽ മസാല മാത്രം ബാക്കിയുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിക്കുന്ന അത്ര മസാല മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മസാല ഫില്ല് ചെയ്യാം കേട്ടോ. അങ്ങനെ ദോശ ഓരോന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ചിക്കൻ മസാല ചേർത്തുകൊണ്ട് തന്നെ. അപ്പം മസാല ദോശയിൽ ചിക്കൻ മസാലയോ എന്ന് വിചാരിക്കും. ഞാനിതൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ നിങ്ങളൊരു കമൻറ്റ് അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു സ്മൈലായിട്ടെങ്കിലും ഒരു കമൻറ്റ് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ഫ്രം സിമ്പിൾ റെസിപ്പീസ്.